ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം എന്ന് വിചാരിച്ച് കിടന്നതാണ്, പക്ഷെ നടന്നില്ല. ഇപ്പോൾ സമയം 6 മണിയായി. അപ്പോൾ ഇന്ന് നമ്മളുടെ അത്താണ്. അപ്പോൾ എല്ലാവർക്കും അത്തം ദിനാശംസകൾ. അപ്പോൾ നമുക്ക് പൂവിടണം. മക്കളൊന്നും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഫോണിൽ ചാർജില്ല. അപ്പോൾ ആദ്യം ചാർജിലിടട്ടെ, എന്നിട്ട് കുളിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ വീണ്ടും എല്ലാവർക്കും കൂടെ അത്തം ദിനാശംസകൾ. അത്തത്തിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ലേറ്റ് ആയി പോയി. അത്തത്തിൻ്റെ അന്നത്തെ ഷോർട്സ് ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ക്ലാസ്സില്ലാത്തൊരു ദിവസം ആയതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എഴുന്നേൽക്കേണ്ടി വന്നിരുന്നു. രാവിലത്തെ റൊട്ടീനിൽ ഇനി പൂവിടുന്ന കാര്യം കൂടി ഉണ്ടാവില്ല ഒരു 10 ദിവസം. അപ്പോൾ മക്കളൊന്നും എഴുന്നേറ്റിട്ടില്ല. ഞാൻ വേഗം തന്നെ എൻ്റെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കർട്ടനൊക്കെ ഒന്ന് പൊക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് നല്ല ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ അത്തം നന്നായിട്ട് വെളുത്തിട്ടുണ്ട്. അത്തം കറുത്താൽ ഓണം വെളുക്കുമെന്ന് പറയുന്ന പോലെ അത്തം ഏതായാലും മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇതാക്കണം, ഫ്രണ്ടിൽ ഡോറൊക്കെ തുറന്നതിന് ശേഷം വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ആദ്യം തന്നെ വേഗം കിച്ചണിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ ഓണം ഇതാ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് തോന്നുന്നത്. കഴിഞ്ഞ വർഷം നമ്മളുടെ വീട്ടിലെ ആദ്യത്തെ ഓണമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഓണത്തിന് ഇതാക്കൊണ്ട് വീണ്ടും ഞാനും മക്കളും തന്നെ ഏട്ടൻ്റെ നാട്ടിലേക്ക് അതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് തിരിച്ചു പോയി. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പൂവിടാൻ നിൽക്കുന്നത്. കാരണം മക്കൾ എഴുന്നേക്കണല്ലോ. തലേ ദിവസം തന്നെ അവർ പറഞ്ഞിരുന്നു പൂവിടാൻ വേണ്ടിയിട്ട് വിളിക്കണേ എന്നുള്ളത്. അപ്പോൾ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ പൂവിട്ട് കഴിഞ്ഞാൽ അവരെ നമുക്ക് ചായ കുടിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലിക്കുള്ള മാവ് തലേ ദിവസം തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് ഞാൻ മാറ്റി വെച്ചു. സച്ചുട്ടിന് ഇഡ്ഡലി കഴിക്കില്ല, അവന് ദോശയായിരിക്കും ഇഷ്ടമുണ്ടായിരിക്കുക. അപ്പോൾ വേഗം ഇഡ്ഡലി തട്ടൊക്കെ കഴുകി, കുറേ ആയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് അപ്പോൾ തട്ടൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് മാവ് ഒഴിച്ചിട്ട് ഞാനിതാക്കണം ആദ്യത്തെ ട്രിപ്പ് വേവാൻ വേണ്ടി വെച്ചു. പിന്നെ നിങ്ങളൊക്കെ ഓണത്തിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയോ? ഞാൻ ഓണത്തിൻ്റെ ക്ലീനിങ്ങൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കർക്കിടകത്തിൻ്റെ ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് ഹോസ്പിറ്റൽ കേസായിരുന്നു. അതുകൊണ്ട് കർക്കിടകം ക്ലീനിങ് ഞാൻ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഓണത്തിന് എന്തായാലും നല്ലൊരു പണിയും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നാളെ മുതൽ, അതായത് തിങ്കളാഴ്ച മക്കൾ സ്കൂളിലേക്ക് പോകുമല്ലോ. അപ്പോൾ അവർ പോയതിന് ശേഷം അങ്ങനെ ക്ലീനിങ് ഒരു ഭാഗത്ത് ഇങ്ങനെ തുടങ്ങണം. ഇഡ്ഡലിക്ക് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്, ചട്ടണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചട്ടണി അമ്പാടിക്കും സച്ചുട്ടനും ചട്ടണി ആയിരിക്കും വേണ്ടി വരിക, പക്ഷേ കിച്ചുവിന് സാമ്പാറും വേണ്ടി വരും. ഞാൻ പിന്നെ രണ്ടും കൂട്ടിയിട്ടാവും കേട്ടോ ഇഡ്ഡലി കഴിക്കുക. അങ്ങനെ സാമ്പാറിലേക്കുള്ള പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യണേ. ഒരുപാട് പച്ചക്കറികളൊന്നുമില്ല, കാരണം പച്ചക്കറികളൊന്നും മക്കൾ വല്ലാതെ കഴിക്കാത്തതുകൊണ്ട് കുറച്ച് പച്ചക്കറി ഇട്ടിട്ട് ചെറിയൊരു സാമ്പാർ ഉണ്ടാക്കുന്നുള്ളൂ. അത്തത്തിൻ്റെ തലേ ദിവസം പുറത്തൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പൂവും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള പൂക്കളും വീട്ടിൽ വിരിഞ്ഞ കുറച്ച് പൂക്കളൊക്കെ ഇട്ട് നമ്മളൊന്ന് പൂവ് ഇടുന്നത്. ഇനി പുറത്ത് പോകുമ്പോൾ വേണം നമ്മൾ പൂവൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പൂവൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പൂവ് വാങ്ങിക്കുകയാണോ ചെയ്താൽ അതോ വീട്ടിലുള്ള പൂക്കളാണോ ഇടുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ സാമ്പാറിന് നമ്മുടെ തേങ്ങ വറുത്തരച്ചിട്ടാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ സാമ്പാർ വെക്കുന്നതാണ് എനിക്കിഷ്ടം. മക്കൾക്ക് പിന്നെ സാമ്പാർ ആയാൽ മതി. കിച്ചുവിന് കേട്ടോ, സച്ചുട്ടിനും അമ്പാടിക്ക് സാമ്പാറിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കിച്ചു ആണെങ്കിൽ ഇഡ്ഡലി സാമ്പാറാണെങ്കിലും അവന് വൈകുന്നേരം വരെ ഇരുന്നിട്ടും കഴിക്കും. അത്ര ഇഷ്ടമാണ് കുട്ടിക്ക്. അങ്ങനെ അതിലേക്കുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കഴുകി കുക്കറിൽ വെച്ചു. പരിപ്പുള്ളതും കഴുകി വെച്ചു കേട്ടോ. കുക്കർ വിസിലടിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിലേക്കുള്ള പുളിയും പിഴിഞ്ഞൊഴിക്കും. പിന്നെ നമ്മൾ കായം പൗഡറും മുളകും മല്ലിയും വറുത്ത്, അതായത് നമ്മളൊന്ന് ചൂടാക്കും. പൊടികളൊന്ന് ചൂടാക്കിയിട്ടാണ് കുക്കറിൽ ഇടാറുള്ളത്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ കുക്കർ അടച്ചു വയ്ക്കും. ഉപ്പിട്ടിട്ട് നമ്മൾ അടച്ചു വയ്ക്കും. പിന്നെ 2 വിസിൽ നമ്മൾ വിസിലടുപ്പിക്കുകയുള്ളൂ കേട്ടോ കുക്കറിൽ. അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറിയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ടായിരിക്കും. പിന്നെ പൊടികളൊക്കെ കണ്ടോ ഞാൻ ചൂടാക്കിയിട്ടാണ് അതിലേക്ക് ഇടുന്നത്. പിന്നെ കായം പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ സാമ്പാറിലേക്കുള്ള ചെറിയുള്ളിയും വെണ്ടയ്ക്കൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് മുന്നേ ഞാൻ അങ്ങോട്ട് തേങ്ങ ചിരകാൻ വേണ്ടിയിട്ട് നമ്മളുടെ വർക്കിംഗ് കിച്ചണിലേക്ക് പോയതാട്ടോ. അപ്പോൾ പുറത്തുനിന്ന് നല്ല ലൈറ്റ് അടിക്കുന്നുണ്ട്. വ്യാഴാഴ്ചയോട് കൂടി മക്കളുടെ എക്സാമും കാര്യങ്ങളൊക്കെ തീരും കേട്ടോ. പിന്നെ വെള്ളിയാഴ്ചയൊക്കെ അവർക്ക് ഓണപ്പരിപാടിയാണ് സ്കൂളിൽ. അത് കഴിഞ്ഞ് നമ്മളുടെ സ്കൂൾ അടയ്ക്കും. പിന്നെ നമ്മൾ ഓണം കഴിഞ്ഞിട്ട് മേലാറ്റൂർക്ക് പോകണം. 4 ദിവസമെങ്കിൽ 4 ദിവസം അവിടെ നിൽക്കണം. കാരണം കുറേ ദിവസമായി നമ്മൾ വീട്ടിൽ പോയി നിന്നിട്ട്, വെക്കേഷനിൽ പോയി നിന്നതല്ലേ. അങ്ങനെ സാമ്പാറിനുള്ള തേങ്ങയൊക്കെ ചിരകി വെച്ചതിന് ശേഷം ഗ്യാസിൽ ഒരു ബേണറും കുറവില്ല കേട്ടോ. എല്ലാത്തിലും സാധനങ്ങളുണ്ട്. ചോറിനുള്ള അരി കഴുകിയിട്ടു. ഇഡ്ഡലിക്കുള്ളതും സാമ്പാറിനുള്ളതൊക്കെ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ മക്കളെ വേഗം വിളിച്ചു ഉണർത്തിയാൽ സച്ചുട്ടനെ എഴുന്നേറ്റില്ല. ഞാനും അമ്പാടിയും കിച്ചു എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ കിച്ചുവാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ ഞാനും അമ്പാടിയും കൂടെ ഇതാക്കൊണ്ട് പൂവൊക്കെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പൂവ് നമ്മൾ വാങ്ങിക്കാത്തതുകൊണ്ട്
അധികം പൂക്കളൊന്നുമില്ല, ഉള്ള പൂക്കൾ വെച്ചിട്ടാണ് പൂവിടുന്നത്. പിന്നെ ഈ പച്ച കളറിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, അത് ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ ആക്കുന്നത്. അത് ഇന്നലെ ഏട്ടൻ്റെ അമ്മ പറഞ്ഞു തന്നൊരു ഐഡിയ ആയിരുന്നേ. അപ്പോൾ അതും ചെമ്പരത്തി പൂവൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇന്നത്തെ ഒരു അത്തപ്പൂക്കളം ചെറിയ രീതിയിൽ അങ്ങ് ഇട്ട് തീർത്തു കേട്ടോ. നാളത്തേക്ക് നമുക്ക് പൂവ് എവിടെന്നെങ്കിലും സെറ്റാക്കാൻ നോക്കണം. എന്തായാലും നമ്മൾ പുറത്ത് പോയി വാങ്ങിക്കണം. അപ്പോൾ അമ്പാടി ആക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ കുട്ടിക്ക് പൂവൊക്കെ ഇട്ട്. അപ്പോൾ ഹാപ്പി വിഷു എന്ന് പറഞ്ഞിട്ട് ആൾ തുള്ളിച്ചാടുന്നത്. അങ്ങനെ പൂവൊക്കെ ഇട്ടതിന് ശേഷം അമ്പാടി ആക്കണു ബ്രഷ് ചെയ്യാനൊക്കെ പോയി. ഞാൻ വേഗം ഇഡ്ഡലി നമ്മളുടെ ഒരു ട്രിപ്പ് വെന്തിട്ടുണ്ടായിരുന്നു, അടുത്ത ട്രിപ്പിനുള്ളതും ഒഴിച്ച് വെച്ചു. അപ്പോഴേക്കും ചോറും വെന്തു. ചോറ് ഊറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കിച്ചു തക്കണു കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇഡ്ഡലിയുടെ തട്ടത്തും ഇഡ്ഡലി അങ്ങനെ അവന് എടുത്തോളാന്ന് പറഞ്ഞിട്ട് അവൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചെറിയുള്ളിയും വെണ്ടയ്ക്കൊക്കെ നമ്മുടെ മല്ലിയും മുളകും വറുത്ത് അതേ ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. അതിന് ശേഷം എന്താക്കണോ എന്താ പറയുക തേങ്ങയും വറക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് പിന്നെ ഞാൻ വേഗം ഉപ്പേരിക്കുള്ളത് അരിഞ്ഞെടുക്കണം. ചോറും അതിൻ്റെ ഇടയിൽ കൂടെ ഊറ്റിയെടുക്കുന്നുണ്ട്. ഇവിടെ സാമ്പാർ വെക്കുമ്പോൾ അന്നത്തെ ഉപ്പേരി പയറായിരിക്കും കേട്ടോ. കാരണം സാമ്പാറിൻ്റെ കൂടെ പയറുപ്പേരി കഴിക്കാൻ എന്തോ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ പയറുപ്പേരി എനിക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, കാരണം മക്കളൊന്നും കഴിക്കില്ല. അവർക്ക് കിഴങ്ങ് പൊരിച്ചത്, വെണ്ടയ്ക്ക പൊരിച്ചത്, കോളിഫ്ലവർ പൊരിച്ചത്, അല്ലെങ്കിൽ സോയാബീൻ, അതൊക്കെയാണ് അവർക്ക് ചോറിന് ഇഷ്ടം. അപ്പോൾ ഉപ്പേരി എനിക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ പയർ ഞാനത് വേഗം അതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്തിട്ട് കൂട്ടി പിടിച്ചിട്ട് അരിയാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പയർ അരിയുന്ന രീതി പെട്ടെന്ന് തീരും. പയറരിഞ്ഞ് അതും കഴുകാൻ വേണ്ടി വെച്ചതിന് ശേഷം നമ്മളുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മിക്സിയിൽ അരച്ചിട്ട് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും പൊട്ടിച്ച് നമ്മൾ സാമ്പാർ പൊടി ചട്ടിയിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷമായിട്ട് നമ്മൾ കുക്കറിൽ സാമ്പാറിലേക്ക് ഒഴിച്ച് മിക്സ് ആക്കുക. അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അങ്ങനെയാണ് സാമ്പാറിന് വറവിടാറുള്ളത് ഇവിടെ. പിന്നെ കുറച്ച് തേങ്ങ ഞാൻ മാറ്റി വെച്ച്, ഞാൻ പറഞ്ഞില്ലേ ചട്ടണി നിർബന്ധമായിരിക്കും എന്നുള്ളത്. അമ്പാടി സാമ്പാർ കഴിക്കില്ല, അപ്പോൾ അമ്പാടിക്ക് വേണ്ടിയിട്ട് ചട്ടണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചട്ടണിക്ക് ഒരു പച്ചമുളകിൻ്റെ പകുതി ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതും കൂട്ടിയിട്ട് അതും മിക്സിയിൽ അരച്ചിട്ട് നമ്മൾ വേഗം ചട്ടണി അങ്ങോട്ട് റെഡിയാക്കി. രാവിലെ ചോറും കറി വെക്കുന്ന കേട്ടോ എനിക്കിഷ്ടം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രണ്ടാമത് ചോറും കറി വെക്കാൻ നിന്നാൽ പിന്നെ പണി എത്ര എടുത്താലും തീരില്ല. അപ്പോഴേക്കും നമ്മൾ അമ്പാടി ആക്കണു പല്ലേക്കലും എല്ലാതും കഴിഞ്ഞിട്ട് അവൻ വന്നു. അപ്പോൾ അവന് ഇഡ്ഡലി സാമ്പാറും വേണം, ഇഡ്ഡലിയും ചട്ടണിയും വേണമെന്ന് പറഞ്ഞിട്ട് അവൻ കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ അവനുള്ള ചായ ഞാൻ കൊണ്ടു കൊടുത്തു. കിച്ചു ടി വിയുടെ മുന്നിലാണ് തോന്നുന്നുണ്ട് ഈ സമയത്ത്. പിന്നെ സച്ചുട്ടനെ എഴുന്നേറ്റിട്ടില്ല. സച്ചുട്ടനെ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ് ആവും. പിന്നെ ആ ഒരു സമയം കൊണ്ട് ഞാനത് ഉപ്പേരിക്കുള്ളതും കൂടെ വറവിലിടുകയാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ചിട്ട് പച്ചമുളക് ഇട്ടിട്ട് എന്താ പറയുക ഉപ്പ് ഇടണം. നമ്മൾ ഉപ്പേരി സാധാ നോർമൽ വേവിക്കണം, ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ളതും രാവിലത്തേക്കുള്ളതൊക്കെ ഏകദേശം തീരുമാനമായിട്ടോ. അപ്പോൾ പിന്നെ പാത്രം കഴുകാനുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ കഴുകി വെക്കുന്നുണ്ട്. പിന്നെ പാത്രം കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പപ്പടം കാച്ചണം. പപ്പടം പിന്നെ സാമ്പാറും പയറുപ്പേരി ഉണ്ടാകുമ്പോൾ പിന്നെ പപ്പടം നിർബന്ധമാണല്ലോ. ശരിക്കും അത്തത്തിനകത്ത് നമ്മൾ ചെറിയൊരു കുഞ്ഞു സദ്യ ഒരുക്കണം തന്നെ പറയൂലേ. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ കേട്ടോ. അത്തത്തിൻ്റെ അന്ന് ചെറിയ രീതിയിലൊരു സദ്യയൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഞാനെന്തോ ഉണ്ടാക്കിയില്ല. എനിക്ക് ഭയങ്കര മടിയായതുകൊണ്ടല്ല, സദ്യ ഉണ്ടാക്കാൻ പറ്റില്ല. ഏട്ടനില്ലാത്തതുകൊണ്ട് നമുക്ക് ഓണമൊന്നും വലിയൊരു വൈബായിട്ട് തോന്നില്ല. ആളുണ്ടെങ്കിലാണ് പിന്നെ ഓണവും വിഷു ഒക്കെ നല്ല രീതിയിൽ നമുക്ക് എന്താ പറയുക ആഘോഷിക്കാൻ തോന്നുക. ഇപ്പോൾ ഇത്രയും ദിവസം നിന്നിട്ട് ഓണത്തോട് അടുപ്പിച്ച് മൂപ്പര് ഏതായാലും പോയി, പിന്നെ ഞാനും മക്കളും അല്ലേ. അപ്പോൾ പിന്നെ പപ്പടമൊക്കെ കാച്ചി എടുത്തു. ഇനി പായസമൊന്നും വെക്കുന്നില്ല കേട്ടോ. ആ സമയം കൊണ്ട് മക്കൾക്കുള്ള കിഴങ്ങും കൂടെ പൊരിച്ചെടുക്കണം. അതും കൂടെ ഞാൻ വേഗം കൈയോടെ തന്നെ പൊരിച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ കൗണ്ടർ ടോപ്പും കാര്യങ്ങളും ക്ലീനാക്കി കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ കിച്ചണിൻ്റെ ഡ്യൂട്ടികൾ മൊത്തം തീർന്നു. അപ്പോൾ സച്ചുട്ടിന് എഴുന്നേറ്റ് വന്നു. ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞപ്പോൾ അവന് ഇഡ്ഡലി വേണ്ട. ഞാൻ പറഞ്ഞില്ല, അവന് ഇഡ്ഡലി കഴിക്കില്ല, അവന് ഇഡ്ഡലി ഇഷ്ടമല്ല. അപ്പോൾ അവന് ചൂടോടെ ദോശ ചുട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദോശയും ചായയും ചട്ടണിയും സാമ്പാറും കൂടെ അവന് കൊണ്ടു കൊടുക്കണം. അപ്പോൾ ആളതിരുന്ന് ഒറ്റയ്ക്ക് കഴിച്ചോളും. അപ്പോൾ ഇന്നലെ തുടങ്ങി പനി വീണ്ടും ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. എന്താ ഇവന് പെട്ടെന്ന് പനിക്ക് എല്ലാ ടെസ്റ്റുകളും നമ്മൾ ചെയ്തു കേട്ടോ. ഒരു ടെസ്റ്റിലും ആൾക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ പറയുക പ്രതിരോധം കുറവായതുകൊണ്ടായിരിക്കും. പിന്നെ അവന് ഒരു വിറ്റാമിൻ സിറപ്പൊക്കെ ഡോക്ടർ തന്നിട്ടുണ്ട്. അങ്ങനെ ഞാനും ചായ കുടിച്ചു. ഇന്നത്തെ ജോലി തീർന്നു.